നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി പുതിയ കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ ഇതിന് ഉപോത്ബലകമായി തീരും. കാലത്തിൻ്റെ മാറ്റവും ഉൾക്കൊണ്ടും കൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് കൃത്യമായുള്ള രീതിയിൽ അതിന് തക്കവണ്ണമുള്ള ജോലിക്കാരെ നിയമിക്കുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അർഹമായിട്ടുള്ള വിലയ്ക്ക് ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ വ്യവസായം നവീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചും കൊണ്ട് ഒരു പക്ഷേ ചില പ്രസ്ഥാനങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തുവാനോ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പലർക്കും അതിന് തക്കവണ്ണം സ്വന്തം നിലയിലുള്ള തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനും ചില വിഭാഗങ്ങളെല്ലാം തന്നെ ഉപവിഭാഗമായിട്ട് സുഹൃത്തുക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും മനസ്സമാധാനത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും സാധ്യത കാണുന്നു. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജൂൺ മാസം മുതൽ അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുകയും ഇനി മുതൽ ദീർഘവീക്ഷണത്തോടു കൂടിയതും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും അതുപോലെ തന്നെ ഒരു കർഷകൻ്റെ നിരന്തരമുള്ള നിരീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ വേണ്ടപ്പെട്ടവരുടെ ഭൂമി പാട്ടത്തിനെടുത്തും കൊണ്ട് വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സ്തുത്യർഹമായിട്ടുള്ള സേവനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ പരാജയമുണ്ടാകുന്നത് വഴി മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും ചിലർക്ക് നേതൃത്വ സ്ഥാനം വഹിച്ചും കൊണ്ട് അവസരങ്ങൾ ഉണ്ടാകുവാനും യോഗം കാണുന്നതുമുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. സൂചനകൾ തൊഴിൽ മണ്ഡലങ്ങളിൽ ലഭിക്കുന്നതിന് വഴി നിലവിലുള്ള ജോലി രാജിവെച്ച് മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കണമോ എന്ന ധാരണയെല്ലാം ഒഴിവാക്കിയിട്ട് ഒരുപക്ഷെ നിലവിലുള്ള സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ സ്ഥാപനത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ ലയിക്കുക, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളെ കൊണ്ടും നിലവിലുള്ള തസ്തികയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഉത്തരവാദിത്വങ്ങളും ചുമതലകളും അധികാരപരിധിയും വികസിത രാഷ്ട്രത്തിലേക്ക് പോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇതെല്ലാം തന്നെ മുമ്പ് വർഷങ്ങളായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്നതായതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരത്തെല്ലാം തന്നെ സ്വീകരിക്കാൻ തയ്യാറാകുവാനും ഇടയുണ്ട്. യാത്രാവേളയിൽ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. അമിതവേഗത്തിൽ വാഹനോപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടമുണ്ടാകും. ഉദ്യോഗത്തിനോടൊപ്പം പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടാകുന്നത് വഴി സ്വല്പം കൂടുതൽ ഒരു ദിവസത്തെ സമയം അതിനുവേണ്ടി ചെലവാക്കേണ്ടതായുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഇത് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. പലപ്പോഴും സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും സാധ്യത കാണുന്നു. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ
അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട വരും. ദിനചര്യാക്രമങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴിയും ഒരുപക്ഷെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴിയും സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയെയും അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. വിശ്രമ ജീവിതം നയിക്കാം എന്ന ധാരണയോടുകൂടി ജോലി റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ വിരമിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും പ്രത്യേക താല്പര്യപ്രകാരം സ്ഥാപനത്തിൽ ഒരു മാസശമ്പളത്തോടു കൂടിയോ അല്ലെങ്കിൽ ദിവസവേതനത്തോടു കൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കുമെന്നാവുക. അല്ലാത്ത പക്ഷം മനസ്സിനും ദേഹത്തിനും മടുപ്പ് അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് കർമ്മനിരതരായിരിക്കുക, തൊഴിൽ തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിക്കുക, പ്രവർത്തിക്കുക എന്ന മനസ്സിലുള്ള ധാരണ അത് നിരന്തരം അനുവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള അവസരം തൊഴിൽ മേഖലകളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും വന്നു ചേരുന്നത് സ്വീകരിക്കാൻ തയ്യാറാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ അത്തം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ചിലർക്ക് കുടുംബത്തിൽ സമാധാനം കുറയും, മറ്റു ചിലർക്ക് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയില്ല. വേറെ ചിലർക്ക് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് മനസ്സൊക്കെ പലതും ജോലിയോട് ബന്ധപ്പെട്ടൊക്കെ മനസ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. കീഴ് ജീവനക്കാരുടെ പലവിധത്തിലുള്ള ദുശ്ശാഠ്യങ്ങൾ കാരണത്താൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുക എന്നത് ഈ ഒരു മാസത്തിൽ വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ പല കാര്യങ്ങളും അടുത്ത മാസത്തിലേക്കോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലേക്കോ മാറ്റി വയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുള്ള ദ്രുതഗതിയിലൊക്കെ പണികളൊക്കെ തുടങ്ങി എങ്കിൽ പോലും ചില ജോലിക്കാരുടെ അസ്വാരസ്യങ്ങൾ കാരണം ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ജോലി നഷ്ടപ്പെടുമോ എന്ന ധാരണയോടുകൂടി വരവ് മാറ്റിവെക്കുകയും എന്നാൽ ഇനി അത് മെയ് മാസത്തിലാവാം എന്ന് വിചാരിക്കും. എന്നാൽ പദ്ധതികൾ പലതും ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ മാസത്തിലും അത് സാധിക്കുകയില്ല. എന്നാൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിലേക്ക് വേണ്ടത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ അധിക ചെലവ് വർദ്ധിച്ചു വരുന്നതിനാൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിട വരും. വേറെ ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിച്ച് അവിടെ ജോലി തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ അധികാരപരിധിയും ചുമതലകളും വർദ്ധിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറവുള്ളതുകൊണ്ട് ഒരുപക്ഷെ ജോലി രാജിവെച്ചാലോ മറ്റ് ജോലികൾക്ക് അപേക്ഷിച്ചാലോ ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും അതൊന്നും പ്രാവർത്തികമല്ലാത്തതിനാൽ തൽക്കാലത്തേക്ക് ഈ മേഖലകളിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതൃപിതൃ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തീരുമാനിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാനിടവരും. പല വിധത്തിലുള്ള വെല്ലുവിളികളും തൊഴിൽ മേഖലകളിൽ വന്നു ചേരുന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം തന്നെ അതിജീവിക്കാൻ തക്കവണ്ണം സുതാര്യതയുള്ള സമീപനം
ദീർഘവീക്ഷണത്തോടു കൂടിയതായി പദ്ധതി സമർപ്പിക്കുക എന്നിവയൊക്കെ തന്നെ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പലപ്പോഴും സങ്കീർണമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴി ആത്മവിശ്വാസം വർദ്ധിക്കുവാനിടയുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാനിട വരും. അസുഖങ്ങൾ പലതും വന്നു ചേരുകയും വിദഗ്ധമായുള്ള പരിശോധനയിൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങൾ, മറ്റ് ചിലർക്ക് 5-6 വർഷത്തിന് മുമ്പേ ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയുടെ അനന്തരമായിട്ടുള്ള ഫലം, ഇങ്ങനെ പല വിധത്തിലുള്ള പലർക്കും ഉള്ള അസ്വാസ്ഥ്യങ്ങളാണ് ഉണ്ടാകുവാനിടയുള്ളത്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക, ഉറക്കത്തിനും വ്യായാമത്തിനും പ്രാധാന്യം നൽകുക എന്നിവയുടെ ഇങ്ങനെ 2 കാര്യങ്ങൾക്കും ഒരു വർഷത്തേക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഒരു യാത്രകൾ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന് തക്കവണ്ണം ഒരു മാനസികമായിട്ട് തയ്യാറെടുക്കുവാൻ ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. സൗമ്യ സമീപനത്താൽ സർവകാര്യ വിജയം നേടുവാനിടവരും. അന്യരുടെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കാനും അവസരം വന്നു ചേരും. സർവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാനായിട്ടും നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള ജീവിതശൈലി, ജീവിതക്രമം അനുവർത്തിക്കുവാനുമായിട്ടും ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും സ്വീകരിക്കുവാനുള്ള മാനസികമായുള്ള അവസ്ഥ സംജാതമാകുവാനും യോഗം കാണുന്നതുമുണ്ട്. ഗർഭം ധരിക്കുവാനും വിശ്രമത്താൽ ഈ ഒരു മാസം പൂർണ്ണമായിട്ടും ഗർഭിണികൾക്ക് വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. പിതൃതുല്യനായ ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഗ്രഹമാണ്. ചിലർക്ക് അസുഖങ്ങളുണ്ടാവുക, മറ്റ് ചിലർക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റ് ചിലർക്ക് ജോലി പലപ്പോഴും നഷ്ടപ്പെടുക, വേറെ ചിലർക്കാണെങ്കിൽ ഗൃഹത്തിൽ കയറിക്കഴിഞ്ഞാൽ വിമ്മിഷ്ടം അനുഭവപ്പെടുക. ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങളെ കൊണ്ടും നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്രപ്പിഴ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങളോ മരാമത്ത് പണികൾക്ക് തുടക്കം കുറിക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുവാനും തൊഴിൽ മണ്ഡലങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സ്വല്പം കൂടുതൽ പണം മുതൽ മുടക്കിക്കൊണ്ട് ക്രമീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നു. സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരുടെയും പിൻബലത്താൽ മേലധികാരി ഏൽപ്പിച്ചതായുള്ള കരാറ് ജോലികളെല്ലാം തന്നെ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ അവസരത്തിന് യോഗം കാണുന്നുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള പ്രവർത്തനങ്ങൾക്ക് സർവ്വവിധത്തിലും സ്വീകാര്യത വന്നു ചേരുവാനിടയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 9 മാസമായിട്ട് അനുഭവിച്ചു വരുന്ന ക്ഷീണാവസ്ഥകളെ അതിജീവിക്കുവാനായിട്ട് ചില കാര്യങ്ങളിലെല്ലാം ക്രമീകരിക്കുവാനും ജൂൺ മാസത്തിന് ശേഷം അതിന് തക്കവണ്ണമുള്ള അവസരത്തിന് പോലും സാധ്യതയുണ്ട്. മഹത് വ്യക്തികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനിടവരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഭരണ സംവിധാനത്തിലെ പല വിധത്തിലുള്ള അപാകതകളും പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായുള്ള സമീപനം, ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുക. അനുഭവജ്ഞാനമുള്ളവരുടെയും
അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരുടെയും പഠിച്ച വിദ്യ പഠിച്ച് പ്രവർത്തിപ്പിക്കുന്നവരുടെയും നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നതും ചിത്ര നക്ഷത്രം ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.